എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സ്വാഗതം ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻക്ലസ് സാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചിലരൊക്കെ ചോദിച്ചിരുന്നു. ഈ അടുത്ത നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് മുന്നോട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്കാണ്. അതുപോലെ ഗൾഫ് കൺട്രീസും. ഒന്ന് സ്റ്റോപ്പിലും ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി ഈ 3 കൺട്രീസിലേക്കാണ്. അപ്പോൾ ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവേണ്ട ഒരു എക്സാമാണ് എൻക്ലസ് സാർ. UK-ലോ അയർലൻഡിലോ ജോലി ചെയ്യുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല, പക്ഷെ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്നവർക്ക് അതിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ എൻക്ലസ് സാറിന് വേണ്ടി എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും ഇതിനെ ഫോളോ ചെയ്ത് മറ്റൊരു വീഡിയോ വരുന്നതിൽ ഞാൻ എൻക്ലസ് സാറിന്റെ തലേദിവസവും എക്സാമിന്റെ തലേദിവസവും എക്സാമിന്റെ അന്നും ഒക്കെ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവാനായിട്ട് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, ഇപ്പൊ എൻക്ലസ് സാറിനെ പറ്റി പറയാൻ ഇയാൾക്ക് എന്താണ് യോഗ്യത? കാരണം ഞാൻ UK-യിലാണ് താമസിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻക്ലസ് സാറിന് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ UK-യിൽ വന്നതിന് ശേഷം എനിക്ക് ഇവിടുത്തെ ജീവിത സാഹചര്യം ഇഷ്ടപ്പെടുകയും ഞാനിവിടെ ജോലിയായിട്ട് വലിയ ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പൊതുവെ എൻക്ലസ് സാറിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ നഴ്സസിന്റെ ഉള്ളിലൊരു പേടിയുണ്ടല്ലോ, അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എക്സാമാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം ശരിയാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കഴിഞ്ഞ 2024 പാസ് റേറ്റ് എന്ന് പറയുന്നത് 75% ആണ്. അതുപോലെ അതിന് മുന്നത്തെ കൊല്ലം അത് 69% ആയിരുന്നു. അപ്പം നല്ല പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എൻക്ലസ് സാർ. അപ്പം അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാം തന്നെയാണ് എൻക്ലസ് സാർ. ഇപ്പോൾ നമ്മൾ മറ്റു പരീക്ഷകളൊക്കെ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോലെ അവിടെ നിന്ന് വരുന്ന രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിന് മാർക്ക് എനിക്ക് വേണ്ട, ബാക്കിയുള്ള മാർക്ക് കൊണ്ട് ഞാൻ ജയിച്ചോളാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു എക്സാമിന് അത് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. കാരണം ഇത് നമ്മളെ ഓൺലൈനിൽ കമ്പ്യൂട്ടർ അസസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ഒരു പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നമുക്ക് വരുന്നത്. നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നോ അതിലൊരു തെറ്റായ ആൻസറാണ് കൊടുത്തെങ്കിൽ വീണ്ടും അതേ ഭാഗത്ത് നിന്ന് തന്നെ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതും തെറ്റാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ ഒരു എക്സാം തന്നെ ഫെയിൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സമയം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 2-3 മാസം കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 to 4 months എങ്കിലും നമ്മൾ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. 3 to 4 months നിങ്ങൾ ലീവ് എടുത്ത് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് പഠിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. ജോലിക്ക് പോവാതെ പഠിക്കുക ഒരു ലാസ്റ്റ് ഒരു 1 month ആണെങ്കിലും അതിന് മുന്നേ തന്നെ 2-3 മാസം മുന്നേ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആലോചിക്കുന്നത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം നമ്മളെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാനും നമുക്ക് തിയറി നല്ലൊരു നോളജ് തരാനും കുറച്ച് ട്യൂട്ടേഴ്സിന്റെ ആവശ്യം നിർബന്ധമായിട്ടുമുണ്ട്. അപ്പോൾ അതിന് ഓൺലൈനിൽ കുറേ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ അതിലേതാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫീഡ്ബാക്ക്, സ്റ്റുഡൻസിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കേട്ടതിന് ശേഷം ആ ഒരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നല്ലൊരു കോച്ചിങ് സെന്റർ ഓൺലൈനിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എക്സാമുകൾ, അതായത് പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ഉള്ള ചില ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു ചെറിയ റിസർച്ച് നടത്തിയപ്പോൾ കണ്ട 1-2 സൈറ്റുകളുടെ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന്, ഒരുപാട് യൂട്യൂബ് വീഡിയോസും കിടക്കുന്നുണ്ട് എൻക്ലസ് സാറിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ 1-2 ചാനൽസിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രിപ്പറേഷൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? വ്യക്തമായ തിയറി നോളജ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നഴ്സിംഗിൽ അധികം അങ്ങനെ തിയറിയൊന്നും പഠിക്കുന്നില്ല, വളരെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് നമ്മൾ പറയില്ലായിരുന്നു, തല കുത്തിക്കിടന്ന് പഠിച്ചെന്ന് പറയില്ല, അങ്ങനെ പഠിക്കേണ്ട ഒരു എക്സാമാണ് എൻക്ലസ് സാർ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ അതിന്റെ ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് തിയറി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. അത് ഫാർമക്കോളജി മുതൽ മെഡ്സർജ് മുതൽ അതുപോലെ പീഡിയാട്രിക്സ് മുതൽ അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അതിനുവേണ്ടി നമുക്ക് വേണ്ടത് നല്ലൊരു ബുക്കാണല്ലേ. ഏത് ബുക്ക് തിരഞ്ഞെടുക്കണമെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ബുക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കുറച്ചൊന്ന് റിസർച്ച് ചെയ്തു, പലരോടും സംസാരിച്ച് നോക്കിയപ്പോഴും ഇപ്പോഴും അഭിപ്രായം നിൽക്കുന്നത് സോണ്ടേഴ്സ് എൻക്ലസ് സാറിൻ ബുക്കിനെ പറ്റി തന്നെയാണ്. ആ ബുക്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് പണ്ട് പഠിക്കുമ്പോഴും പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കുറേ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് റീഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒരു ക്വിക്ക് ലുക്കിനൊക്കെ വേണ്ടി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഗോ ത്രൂ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നിയത് സോണ്ടേഴ്സ് ആണ്, സോണ്ടേഴ്സ് എൻക്ലക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് തിരഞ്ഞെടുക്കുക. ഇനി അത് മാത്രമല്ല, സോണ്ടേഴ്സ് മാത്രമേ പഠിക്കാവുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. പലതരം ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നതിനനുസരിച്ച് ഒരു ബുക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് നീക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഒരു ഫസ്റ്റ് 1 or 2 months ഒരു മാസമെങ്കിലും ഞാൻ പറയുന്നത് തിയറിയെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു 5 days ഫോർ മെഡിസിൻ, 5 days ഫോർ പീഡിയാട്രിക്സ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് തിയറി ഒരു ഫസ്റ്റ് മന്തിനുള്ളിൽ തിയറി ഒന്ന് ക്യാപ്ചർ ചെയ്ത് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തി നോക്കുക. അത് നിങ്ങൾ ടൈം ടേബിൾ വെച്ച് തന്നെ ചെയ്യണം. ഒരു ഡെയിലി ഒരു 3 hours എങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയായിട്ട് മാറ്റി വെക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് മന്തിനുള്ളിൽ തന്നെ തിയറി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മന്ത് തൊട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എൻക്ലക്സ് ആറിന്റെ ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം സെന്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടേയിരിക്കും. മിനിമം ഒരു 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ തുടക്കത്തിലെ ഒരു 60 ക്വസ്റ്റ്യൻസ് അറ്റ് സ്ട്രെച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് 80 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം ഓഫ് 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടി അവർ ചോദിക്കുന്നത്. അപ്പോൾ 85 ക്വസ്റ്റ്യൻസിനുള്ളിൽ തന്നെ ഏകദേശം നമ്മൾ പാസ്സാണോ ഫെയിൽ ആണോ എന്നൊക്കെ ഉള്ള ഒരു ഏകദേശ തീരുമാനമാവും. 85 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഷട്ട് ഡൗൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാസ്സാവാനും ഫെയിൽ ആവാനും ആയിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ സ്റ്റിൽ ഓൺ ദ ഗെയിം ആണ്. അപ്പോഴൊക്കെ നമ്മുടെ ഈ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അത്രയും നേരം കോൺസെൻട്രേഷനോടെ ഇരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഫ്രം ദ ബിഗിനിങ്, ഫ്രം സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് നമ്മളൊരു 60 ക്വസ്റ്റ്യൻസ് അറ്റ് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ കൊടുക്കും. അത് ആൻസർ റൈറ്റ് ആണോ റോങ് ആണോ അതിന്റെ റാഷണൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വായിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ 60 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് തീർക്കുക. അത് കഴിഞ്ഞിട്ട് റീവിസിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരേ സമയം കുത്തിയിരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 60 എന്നുള്ളത് ഫസ്റ്റ് മന്തിലാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് സെക്കൻഡ് മന്തിലാണ് ഞാൻ പറഞ്ഞത്. മുന്നോട്ട് പോകുന്ന ഒരു മിനിമം ഒരു 100 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റ് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഭയങ്കര ടയറിങ് ആവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒത്തിരി നേരം ഇരിക്കുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ തുടക്കത്തിലെ പ്രാക്ടീസ് കൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഒരു സ്റ്റാമിനയും കൂടി ബിൽഡപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എക്സാംസ്. ഇപ്പൊ ഫസ്റ്റ് ഒരു മന്ത് ഞാൻ പറഞ്ഞു തിയറിറ്റിക്കലി കുറച്ചൊരു നല്ല നോളജ് നമ്മുടെ തലയിലേക്ക് എടുക്കുക. അതിനുശേഷം വേണം എക്സാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങാൻ. അല്ലാതെ ചുമ്മാ ഒരു ഐഡിയ ഇല്ലാതെ എക്സാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു ബേസിക് നോളജ് എങ്കിലും ഉണ്ടാവണം. പിന്നീട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. രാവിലെ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. രാവിലെ ഒരു 1 മണിക്കൂർ, വൈകിട്ടൊരു 2 മണിക്കൂർ, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എക്സാം പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ ആൻസേഴ്സ് റീവിസിറ്റ് ചെയ്യുക, റാഷണൽ ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് സൈഡിലാണ് വീക്ക്. ഇപ്പൊ നിങ്ങൾ മെഡ്സേജിലാണ് വീക്ക് അല്ലെങ്കിൽ ന്യൂട്രീഷനിലാണ് വീക്ക് എന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അന്ന് വൈകുന്നേരത്തെ തിയറി പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു 2 hour ടൈമിൽ നിങ്ങൾ ആ ഒരു ഏരിയ ആയിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വീക്ക്നെസ് നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ട്യൂട്ടേഴ്സിന്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും ചോദിക്കാൻ. നമുക്ക് ഇപ്പം മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി തിയറി പഠിക്കുന്ന സമയത്ത്, അത് നേരത്തെ പറയേണ്ട പോയിന്റ് ആയിരുന്നു, തിയറി പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നമുക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം നമ്മുടേതായ രീതിയിൽ അറിയാവുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്ന പോലെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഇപ്പോഴെല്ലാം ഹെൽപ്ഫുൾ ആവുന്നത് എക്സാമിന്റെ തലേ ദിവസമായിരിക്കും ഈ ഒരു നോട്ട്ബുക്ക് വളരെ ഹാൻഡി ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പൊ അത് അന്ന് തലേദിവസം എഴുതി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എക്സാമിന് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മുന്നോട്ട് പോകുന്തോറും ഏറ്റവും മാക്സിമം ട്രൈ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതോറും നമുക്ക് അതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവും. ഇതിന്റെ ഏറ്റവും ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് വളരെ ഇമ്പോർട്ടന്റ്.
ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1, 2 ചിലപ്പോൾ 3 ആൻസേഴ്സ് കറക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 4 ആൻസേഴ്സും കറക്റ്റ് ആവാം. അതിലൊരു പ്രയോറിറ്റൈസ് ചെയ്യാനായിരിക്കും അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ആൻസർ ഏതാണ് എന്ന് പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് അറിയണം. അപ്പൊ തലയിൽ നിങ്ങൾ അടിച്ചെഴുതിയ പോലെ തന്നെ എഴുതി വെക്കുക. സേഫ്റ്റി, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എഴുതി വെക്കുക. അക്രോണിംസ്, വേറെ നമുക്കൊരു ടിപ്പ് എന്ന് പറയുന്നത് അക്രോണിംസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്രോണിംസ് ഒക്കെ തന്നെ വേണം എന്നില്ല. അക്രോണിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്ത് നമ്മളൊരു ചെറിയൊരു വേർഡായിട്ട് നമ്മുടെ മെമ്മറിക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ നോട്ട്ബുക്കിൽ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മെമ്മറൈസ് ചെയ്തെടുക്കാനായിട്ടുള്ള എളുപ്പമുണ്ടാവും. അപ്പൊ അത് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ഒന്നും വേണ്ട, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഓർമ്മ വരുന്നു എന്നുള്ള രീതിയിൽ ഒരു ടിപ്പൊക്കെ ആയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ബേൺസ് റിവ്യൂ. A patient is in acute phase of burn management. The patient experienced full thickness burn to the perineum and sacral area of the body. In the patient's plan of care, which nursing diagnosis is priority? കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈലൈറ്റ് ചെയ്ത് ആ പോയിന്റ് അവർ വെച്ചിട്ടുണ്ടാവും. പ്രയോറിറ്റി ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന 1, 2, 3 ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പേഷ്യന്റ് അക്യൂട്ട് ഫേസിലാണ്, പെരിനിയം സേക്രൽ ഏരിയയിലാണ്. അപ്പോൾ എന്താണെങ്കിലും സ്കിൻ ഇന്റഗ്രിറ്റിക്ക് ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിനി ആൻസേഴ്സിലേക്ക് പോകാം. ഇംപെയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി. ഓക്കെ, അതെന്താണെങ്കിലും ആ പേഷ്യന്റ് ഉണ്ട്, നമുക്കറിയാം അല്ലെ, ബേൺസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, പെരിനിയം ആൻഡ് സേക്രൽ ഏരിയ അഫക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംപെയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി അവിടെയുണ്ട്. അടുത്ത് റിസ്ക് ഓഫ് ഫ്ലൂയിഡ് വോളിയം ഓവർലോഡ്. ഓവർലോഡ് അല്ല അല്ലേ, നമുക്ക് ബേൺസ് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് തിങ്ക് ചെയ്യാം, ബേൺസ് വരുമ്പോൾ നമ്മുടെ സെൽസ് എല്ലാം ഷ്രിങ്ക് ആവുകയാണ്, നമുക്ക് ഡീഹൈഡ്രേഷൻ ആണ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഓവർലോഡ് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഓവർലോഡ് ആയിരിക്കാൻ സാധ്യതയില്ല. അടുത്ത് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. യെസ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെരിനിയം ആൻഡ് സേക്രൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള വളരെ സാധ്യത കൂടുതലുണ്ട്, സെപ്റ്റിസീമിയ വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. യെസ്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇൻഎഫക്റ്റീവ് കോപ്പിംഗ്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കാരണം ബേൺസ് ഒക്കെ വന്ന് ഇതുപോലെ കിടക്കുന്ന ഒരാൾക്ക് ഒരു കോപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട എന്താണ്, നമ്മൾക്കോട് ചോദിച്ചിരിക്കുന്ന പ്രയോറിറ്റിയാണ്. ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു, ഇംപെയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി, റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡി ഇൻഎഫക്റ്റീവ് കോപ്പിംഗ്, ഈ 3 ആൻസേഴ്സും കറക്റ്റ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി പറയുമ്പോൾ എന്താണ്, പേഷ്യന്റ് സേഫ്റ്റിക്ക് ഏതാണ് ഇവിടെ ഇഷ്യൂ വരുന്നത്? റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ വന്നാലല്ലേ, സെപ്റ്റിസീമിയ വന്നാലല്ലേ പേഷ്യന്റ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ഉണ്ട്, ഓൾറെഡി യെസ് മെന്റൽ കപ്പാസിറ്റി അഫക്റ്റഡ് ആകും. പക്ഷെ എന്നിരുന്നാൽ കൂടിയും സെപ്റ്റിസീമിയ എന്നുള്ളതാണ് ഏറ്റവും വലിയ സേഫ്റ്റി ഇഷ്യൂയുടെ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് പ്രയോറിറ്റി. അപ്പോൾ ഈ ഒരു രീതിയിൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനെയും നിങ്ങളൊന്ന് തിങ്ക് ചെയ്യാൻ നോക്കിക്കേ. അതിന്റെ റേഷണൽസ് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, സേഫ്റ്റിക്ക് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസേഴ്സ് വരുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ആൻസർ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തെടുത്താൽ, ഇത് ചുമ്മാ അങ്ങോട്ട് ട്രെയിൻ ആവത്തൊന്നും ഇല്ല കേട്ടോ. ഒരു 10 എന്താ പറയുക 1000, 2000, 3000 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് ട്രെയിൻഡായി കിട്ടും. പിന്നെ ഇനി ഒരു 2-3 മാസമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിയറി റിവ്യൂ ചെയ്യുന്നതിനോടൊപ്പം തിയറി റിവ്യൂ ചെയ്യാനുള്ള ടൈമിംഗ് നമ്മൾ കുറച്ചുകൊണ്ട് വന്നിട്ട് കൂടുതൽ നമ്മളെ എക്സാമിന്റെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ടായിരിക്കണം കൂടുതൽ സമയം കൊടുക്കുന്നത്. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. കാരണം 2-3 മാസമൊക്കെ ആയിട്ട് പിന്നെ ആൻസേഴ്സ് തെറ്റൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ സ്ട്രെസ് ആയി തുടങ്ങി, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നൊക്കെ തോന്നും. പക്ഷെ അല്ല, നിങ്ങൾ മനസ്സോ ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, സേഫ്റ്റിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന പണി തന്നെയാണ്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാം ഹോളിലും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, 85 ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയാലും ഷട്ട് ഡൗൺ ആയില്ല മുന്നോട്ട് പോവുകയാണെങ്കിലും ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ആരും മാനേജ് ചെയ്ത് തരില്ല, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇതൊന്നും അല്ലടോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ചെയ്യാനുണ്ട്. ഇത് പാസ്സായിക്കോട്ടെ ഫെയിൽ ആയിക്കോട്ടെ, നമുക്ക് വീണ്ടും റിപ്പീറ്റ് ട്രൈ ചെയ്യാലോ. ഇതൊന്നും അല്ലല്ലോ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് എന്ന രീതിയിൽ ഈ ഒരു എക്സാമിനെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊക്കെയാണ് എക്സാം പ്രിപ്പറേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി എനിക്ക് തോന്നിയ കുറച്ച് വെബ്സൈറ്റുകളും അതുപോലെ കുറച്ച് യൂട്യൂബ് ചാനൽസിന്റെ ഒക്കെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ അത് കഴിയുമെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് താല്പര്യം തോന്നുവാണെങ്കിൽ അതിൽ ഫോളോ ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിൽ എക്സാമിന്റെ തലേ ദിവസവും അതുപോലെ എക്സാമിന്റെ അന്നുമുള്ള കാര്യങ്ങളെ പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടെ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക.